നമസ്കാരം. ആനന്ദ് ന്യൂസിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പലപ്പോഴും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന രണ്ട് പേരുകളായിരുന്നു. ഒന്ന് തമിഴ് സിനിമാ നടനും മലയാളത്തിലൊക്കെ അഭിനേതാവുമായിട്ടുള്ള ബാലയും, മറ്റൊന്ന് ഗായികയായിട്ടുള്ള അമൃതയും. ഇങ്ങനെ ഇവർ രണ്ടുപേരുടെയും ജീവിതവും വേർപിരിയലും മകളുമായിട്ടുള്ള ഇടപെടലുകളുമൊക്കെ പലപ്പോഴും വലിയ വാർത്തകളായി മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവർ ഈ പ്രണയിച്ചൊക്കെ വിവാഹിതരായിരുന്നവരാണ് ഈ ബാലയും ഗായിക അമൃതയും ഒക്കെ. മകൾ പിറന്ന ശേഷമാണ് പക്ഷേ ഇവർ രണ്ടുപേരും വേർപിരിഞ്ഞത് എന്നുള്ളതാണ്. പക്ഷേ ഇവരുടെ വിഷയങ്ങൾ പലപ്പോഴും മലയാളികൾ വളരെ ശ്രദ്ധയോടുകൂടി കേട്ടിരുന്നു എന്നുള്ളതാണ്. കാരണം ഒരു മകളുണ്ട്, ആ മകളുടെ സംരക്ഷണമൊക്കെ ആരുടെ കൈകളിലാണ്, അല്ലെങ്കിൽ ഇവിടെ വേർപിരിയൽ എന്തുകൊണ്ടാണ്, ബാലയും അമൃതയും ഒക്കെ ഒന്നിച്ച് ജീവിച്ച് മുന്നോട്ട് പോകേണ്ടവരല്ലേ, കുഞ്ഞിന് വേണ്ടിയെങ്കിലും അങ്ങനെ ചെയ്യേണ്ടതല്ലേ എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ നിരന്തരം സോഷ്യൽ മീഡിയയിലൊക്കെ വല്ലാതെ പ്രചരിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്തു. ഇപ്പോൾ ഇതാ അതിന് പകരമായി നമുക്ക് കേൾക്കാൻ കഴിയുന്നത് മകളുടെ സംരക്ഷണവും മകളിപ്പോൾ ബാലയ്ക്ക് കൊടുത്തിരിക്കുന്ന മറുപടിയുമൊക്കെയാണ്. കാരണം പ്രണയിച്ച് വിവാഹിതരായ ബാലയും അമൃതയും ഒക്കെ മകൾ പിറന്ന ശേഷം വേർപിരിയുന്നു. മകളുടെ സംരക്ഷണം അപ്പോഴും അമൃതയ്ക്ക് തന്നെയാണ് കോടതി നൽകുന്നത്. മകളെ കാണാനും സംസാരിക്കുവാനും അമൃതയും കുടുംബവും അനുവദിക്കാറില്ല എന്നുള്ള കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടുള്ള ബാല നിരന്തരമായിട്ട് ഉന്നയിക്കുന്ന ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോഴിതാ അതിന് അച്ഛൻ നിരന്തരമായി അമ്മയ്ക്കെതിരെ നൽകുന്ന അഭിമുഖങ്ങളും ആരോപണങ്ങളും കാരണം താൻ വിഷമിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ മകളായിട്ടുള്ള, അതായത് ബാലയുടെയും അമൃതയുടെ മകളായിട്ടുള്ള അവന്തിക ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. അച്ഛൻ പറയുന്നതിലൊന്നും സത്യമില്ല എന്നും തന്നെയും അമ്മയെയും അച്ഛൻ ശാരീരികമായും മാനസികമായി ഉപദ്രവിച്ചിട്ടുണ്ട് എന്നും ആ മുഖം കാണാൻ പോലും താല്പര്യപ്പെടുന്നില്ല എന്നും അവന്തികയുടെ ഇൻസ്റ്റഗ്രാം പേജായിട്ടുള്ള പാപ്പു ആൻഡ് ഗ്രാൻഡ്മയിൽ പങ്കുവച്ച വീഡിയോയിൽ ആ കുട്ടി പറയുകയാണ്. താൻ സംസാരിക്കാൻ പോകുന്നത് തന്നെയും തൻ്റെ മുഴുവൻ കുടുംബത്തെയും ബാധിക്കുന്ന ഒരു പ്രധാന വിഷയത്തെക്കുറിച്ചാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഇൻസ്റ്റഗ്രാം പേജിലെ ആ വീഡിയോ ആരംഭിക്കുന്നത്. യഥാർത്ഥത്തിൽ എനിക്കിതിനെപ്പറ്റി സംസാരിക്കാൻ പോലും താല്പര്യമില്ല. എനിക്ക് വളരെ സെൻസിറ്റീവായ ഒരു ടോപ്പിക്കാണ് ഇത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെപ്പറ്റി സംസാരിക്കാൻ തനിക്ക് ഇഷ്ടമില്ല എന്നും, പക്ഷേ തനിക്ക് മടുത്തു കഴിഞ്ഞു എന്നും, അമ്മയും തൻ്റെ കുടുംബവും മുഴുവനും സങ്കടപ്പെടുന്നത് കണ്ട് തനിക്ക് മടുത്തു, മാത്രമല്ല തന്നെയും ഇത് ഒരുപാട് എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുകൂടി ആ കുട്ടി ആ വീഡിയോയിൽ പറയുകയാണ്. അമ്മയും തന്നെയും പറ്റി തെറ്റായ ചില ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ സ്കൂളിൽ പോകുമ്പോൾ തൻ്റെ ഫ്രണ്ട്സൊക്കെ തന്നോട് ചോദിക്കാറുണ്ട്, ആ കേട്ടത് ശരിയാണോ, ഇവർ പറഞ്ഞത് ശരിയാണോ എന്നിങ്ങനെയൊക്കെ. എനിക്ക് അതിന് പലപ്പോഴും ഉത്തരം പറയാൻ പറ്റുന്നില്ല എന്നും, എല്ലാവരുടെയും വിചാരം താനും തൻ്റെ അമ്മയുമൊക്കെ വളരെ ബാഡാണ് എന്നാണ് കരുതി വച്ചിരിക്കുന്നത് എന്നുകൂടി ആ കുട്ടി പറയുകയാണ് അവന്തിക. പക്ഷെ സത്യം അതൊന്നുമല്ല. ഞാൻ സംസാരിക്കാൻ പോകുന്നത് എൻ്റെ അച്ഛനെ പറ്റിയാണ്. എൻ്റെ ഫാദർ എന്നെക്കുറിച്ച് കുറേ വീഡിയോസും ഇൻ്റർവ്യൂസും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നെ ഭയങ്കര ഇഷ്ടമാണ്, എന്നെ മിസ് ചെയ്യുന്നു എന്നെല്ലാം പറയുന്നത് കേൾക്കുന്നില്ലേ എന്നുകൂടി ആ കുട്ടി ചോദിക്കുന്നുണ്ട്. തനിക്ക് ഗിഫ്റ്റൊക്കെ ഇപ്പോഴും കുറേ അയക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറേ വീഡിയോസൊക്കെ അദ്ദേഹം അയക്കാറുണ്ട്. പക്ഷെ അതിലൊന്നും സത്യമില്ല. എൻ്റെ അച്ഛനെ സ്നേഹിക്കാൻ എനിക്ക് ഒരു കാരണം പോലും ഇല്ല എന്നും, കാരണം എന്നെയും അമ്മയും അമ്മാമ്മയും ആൻറ്റിയെയും മെൻ്റലിയും ഫിസിക്കലിയും അച്ഛൻ ടോർച്ചർ ചെയ്തിട്ടുണ്ട് എന്നും, ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ മദ്യപിച്ച് അച്ഛൻ വീട്ടിൽ വരുമെന്ന് അന്ന് വന്നതിന് ശേഷം എൻ്റെ അമ്മയെ തല്ലുമായിരുന്നു. എനിക്കത് കാണുമ്പോൾ തന്നെ ഭയങ്കര വിഷമമാകുകയും ഒരു കാരണവുമില്ലാതെയാണ് തൻ്റെ അമ്മയെ ഉപദ്രവിച്ചിരുന്നത് എന്നുകൂടി അവന്തിക പറയുകയാണ്. കുഞ്ഞായിരുന്നാൽ തനിക്ക് ഇതിനൊന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല. തൻ്റെ അമ്മയും കുടുംബവും തന്നെ നന്നായി നോക്കുന്നുണ്ട്. ഇപ്പോൾ അവർ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരിക്കലും തല്ലിയിട്ടില്ല എന്നും, എനിക്ക് എപ്പോഴും സപ്പോർട്ടായിട്ട് നിന്നിട്ടുള്ളതാണ് എൻ്റെ അമ്മയും കുടുംബവും എന്നും, എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അവരെന്നും അഭിമുഖങ്ങളിൽ അച്ഛൻ എൻ്റെ അമ്മയെപ്പറ്റി ഒരുപാട് നുണകൾ, അത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ പറയുകയാണ് എന്നും, അമ്മയെ ഇങ്ങനെ ഒരുപാട് ടോർച്ചർ ചെയ്യുകയാണെന്നും, അമ്മയെ മാത്രമല്ല തന്നെയും ടോർച്ചർ ചെയ്തിട്ടുണ്ടെന്നും, ഒരിക്കൽ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ മദ്യപിച്ച് വന്ന് ഗ്ലാസ് ബോട്ടിൽ തൻ്റെ മുഖത്തേക്ക് എറിയാൻ ശ്രമിച്ചു. അപ്പോൾ അമ്മ അന്ന് ഇല്ലായിരുന്നുവെങ്കിൽ ആ ബോട്ടിൽ തൻ്റെ തലയ്ക്ക് ഇടിച്ചേനെ എന്നും, അമ്മ അത് കൈവച്ച് ബ്ലോക്ക് ചെയ്തുകൊണ്ട് മാത്രം തൻ്റെ തലയിൽ ഇടിച്ചില്ല എന്നും ആ കുട്ടി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരിക്കൽ കോർട്ടിലിരുന്നപ്പോൾ തന്നെ വലിച്ചിഴച്ച് അവിടെ നിന്നും അദ്ദേഹം കൊണ്ടുപോകുന്നു, ഒരു മുറിയിലിട്ട് ഫുഡ് പോലും തരാതെ അവിടെ പൂട്ടിയിടുന്നു. ഇങ്ങനെയുള്ള ആളുകളെയാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് എന്നും, ചെന്നൈയിൽ കൊണ്ട് പൂട്ടിയിട്ടപ്പോൾ അമ്മയെ വിളിക്കാൻ പോലും സമ്മതിച്ചില്ല എന്നുകൂടി ആ കുട്ടി പറയുന്നുണ്ട്. തനിക്ക് അച്ഛനെ കാണാൻ താല്പര്യമില്ല എന്നും, ആ മുഖം എനിക്ക് കാണണ്ട എന്നും,
എന്നെ മിസ് ചെയ്യാറുണ്ട് എന്ന് അച്ഛൻ പറയാറുണ്ട്. പക്ഷേ ഇന്നേ വരെ ഒരു കോളോ ഒരു ലെറ്ററോ ഒന്നും അയച്ചിട്ടില്ല എന്നും ആ കുട്ടി ആ വീഡിയോയിൽ പറയുകയാണ്. ആശുപത്രിയിൽ പോയി കണ്ടപ്പോൾ ലാപ്ടോപ്പും ഡോളുമൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. അച്ഛൻ്റെ ഒരു സാധനവും തനിക്ക് വേണ്ട. അന്ന് ആശുപത്രിയിൽ പോയി കാണാൻ തനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. എന്നിട്ടുകൂടി അമ്മ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് താൻ പോയതെന്ന് കൂടി ആ കുട്ടി ആ വീഡിയോയിലൂടെ പറഞ്ഞു വെക്കുന്നു. ഞാൻ എൻ്റെ ഫാമിലിയിലൂടെ ഇപ്പോൾ അവരോടൊപ്പം ഹാപ്പിയായി ജീവിക്കുന്നു. എനിക്ക് നിങ്ങളുടെ ഹെൽപ്പോ ലവോ ഒന്നും തന്നെ വേണ്ട. അതൊരിക്കലും കാണിച്ചിട്ടുമില്ല. വീഡിയോ ഇടുന്നത് ആരും നിർബന്ധിച്ചിട്ടല്ല എന്നും ആരും എനിക്കൊപ്പം ഇപ്പോഴില്ല എന്നും ഇത്രയൊക്കെ അച്ഛൻ ഞങ്ങളോട് ചെയ്തിട്ടും അമ്മമ്മ ഇപ്പോഴും പ്രാർത്ഥനയിൽ അച്ഛനെ ഉൾപ്പെടുത്തണമെന്നാണ് പറയാറെന്ന് കൂടി പറഞ്ഞു വെക്കുകയാണ് അവസാനമായി അവന്തിക ആ വീഡിയോയിൽ. അതാണ് അച്ഛനെതിരെ പറയുന്ന വീഡിയോ ആയി ഇപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. വളരെ വൈറലാകുന്ന ഒരു വീഡിയോ ആണ് അവന്തികയുടെ ആ വീഡിയോ. എന്നാൽ അതിനൊരു മറുപടി വേണമെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ പറയുന്നത് പച്ചക്കള്ളമാണെന്ന് മകളുടെ ആരോപണത്തോട് പ്രതികരിച്ചുകൊണ്ട് നടൻ ബാല രംഗത്ത് വന്നു കഴിഞ്ഞു. അദ്ദേഹം പറഞ്ഞതും ഇങ്ങനെയാണ്. ബാല പറയുന്നത് പാപ്പു സംസാരിച്ച വീഡിയോ താൻ കണ്ടിരുന്നുവെന്നും ആദ്യമായി ഒരു പോസിറ്റീവ് കാര്യം പറയാമെന്നും മൈ ഫാദർ എന്ന് പറഞ്ഞു. അതിന് താങ്ക് യു. നിന്നോട് തർക്കിക്കാൻ അപ്പ ഇല്ല എന്നും മകളോട് തർക്കിക്കുകയാണെങ്കിൽ ഒരപ്പൻ ആണേയല്ല എന്നും എന്നെ വിട്ട് പാപ്പു 2.5-3 വയസ്സിലാണ് പോയതെന്നും 3 വയസ്സാകുമ്പോൾ എന്നെ വിട്ട് നീ അകന്നുപോയി എന്ന് ബാല പറഞ്ഞ് കരയുന്നുണ്ട്. ഞാനിത് തർക്കിക്കാനല്ല പറയുന്നത് എന്നും 5 ദിവസം വീട്ടിലിരുന്ന് ഭക്ഷണം കൊടുത്തില്ല എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അതിൽ തർക്കിച്ചാൽ താൻ ജയിക്കുമെന്നും പക്ഷേ ഇന്ന് ഞാൻ തനിക്ക് വേണ്ടി തോറ്റുതരികയാണ് എന്നുകൂടി പറയുകയാണ്. മകൾ ജയിക്കട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം നീ ജയിക്കണം. വാക്കായിരിക്കും പാപ്പു. നിൻ്റെ വീഡിയോ മുഴുവൻ ഞാൻ കണ്ടുവെന്നും നിന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇനി നിന്നോടും നിൻ്റെ കുടുംബത്തോടും ബന്ധപ്പെടല്ലേ എന്ന് പറയുന്നു. ഞാനും നിൻ്റെ കുടുംബവുമാണെന്നാണ് ആദ്യം വിചാരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ നീ അത് പറഞ്ഞിരിക്കുന്നു. നിനക്ക് നിൻ്റേതായിട്ടുള്ള കുടുംബമുണ്ടെന്ന്. ഞാൻ അന്യനായി പോയി എന്ന് നിനക്ക് ഇപ്പോൾ നീ പറഞ്ഞ ഒരു വാക്കുകൊണ്ട് മനസ്സിലാകുന്നു. ഒരു വാക്ക് മാത്രമാണ് ഞാൻ ഇന്ന് നിന്നോട് പറയാൻ പോകുന്നത്. ഇനി തൊട്ട് ഞാൻ വരില്ല. ഞാൻ ഹോസ്പിറ്റലിൽ ആയിരുന്നപ്പോൾ അല്ലെങ്കിൽ മരിക്കാൻ കിടന്നപ്പോൾ നീ വന്നതുകൊണ്ടാണ് ഞാൻ തിരിച്ചു വന്നതെന്ന് ഞാനിപ്പോൾ കരുതുന്നുണ്ട്. പക്ഷേ നിർബന്ധത്തിൻ്റെ പേരിലാണ് നീ വന്നതെന്ന് നീ പറഞ്ഞപ്പോൾ അത് തൻ്റെ മുഖത്തേറ്റ അടിയായിരുന്നുവെന്നും അത് തന്നെ എൻ്റെ അടുത്ത് മുഖത്ത് നോക്കി പറഞ്ഞിരുന്നെങ്കിൽ ഈ അച്ഛൻ ഇപ്പോൾ നിൻ്റെ അടുത്ത് സംസാരിക്കാൻ പോലും ഉണ്ടാകില്ലായിരുന്നു കൂടി ബാല പറഞ്ഞു വെക്കുന്നുണ്ട്. ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവർ പറയുന്നതിന് പല കാര്യങ്ങളും ചിലപ്പോൾ അവർക്കിടയിൽ ഉണ്ടായിരിക്കാം. തൻ്റെ വീഡിയോ അവസാനിക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണ്. ബാലയും പറഞ്ഞു വെക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഇനി ഒരിക്കലും നിന്നെ കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ നിന്നെ കാണാൻ വരില്ല, നിന്നോട് മത്സരത്തിനില്ല എന്നൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷേ ഈ വിവാഹമോചനം ശേഷം നിരന്തരം തന്നെ മകളിൽ നിന്ന് അകറ്റാൻ വേണ്ടി അമൃത സുരേഷ് ശ്രമിക്കുന്നുണ്ട് എന്നും അത്തരത്തിലുള്ള വലിയ ആരോപണങ്ങളൊക്കെ പലപ്പോഴും ബാല ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തൻ്റെ മകളെ കാണാൻ പോലും അമൃത അനുവദിക്കുന്നില്ല എന്നതായിരുന്നു അന്ന് നടൻ പറഞ്ഞത്. അതിനിടയിലാണ് ഇപ്പോൾ മകൾ അവന്തിക ഇങ്ങനെ ബാലയ്ക്കെതിരെ വലിയ വിമർശനവുമായിട്ടൊക്കെ രംഗത്തെത്തിയത്. പക്ഷേ ഇത്തരത്തിൽ ബാലയ്ക്കെതിരെയുള്ള വിമർശനവുമായി അവന്തിക രംഗത്തെത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ബാല പറഞ്ഞ വാദഗതികൾ ശരിയാണോ, ബാല ചെയ്തത് ശരിയാണോ, ബാലയുടെ നിലപാടുകൾ ശരിയായിരുന്നു എന്നൊക്കെ മലയാളി സമൂഹം ചിന്തിക്കേണ്ടതുണ്ട്. ഇതിൽ ആരാണ് ശരി ആരാണ് തെറ്റ് എന്നുള്ളത് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ നമുക്ക് കഴിയില്ല. പക്ഷേ എങ്കിലും ഒരു കുഞ്ഞിനെ കൊണ്ട് അല്ലെങ്കിൽ ഒരു കുട്ടിയെക്കൊണ്ട് ഇത്തരത്തിൽ പറയിപ്പിക്കേണ്ടി വന്നൊരു സാഹചര്യം ബാല ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഇനി അതല്ല, ആ ഒരു കൊച്ചുകുട്ടിയെ കൊണ്ട് മറ്റുള്ളവർ പറയിപ്പിച്ചതാണെങ്കിൽ അതും തെറ്റാണ്. അതുകൊണ്ട് കുടുംബങ്ങളിൽ അമ്മയും അച്ഛനും ഒപ്പം തന്നെ അവരിൽ ജനിക്കുന്ന കുട്ടികളും ഒന്നുപോലെ ഒരുപോലെ ഒന്നിച്ച് ജീവിക്കുന്നതാണ് ഒരു കുടുംബമെന്ന് പറയപ്പെടുന്ന എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞു വെക്കുകയാണ് ഞാൻ.